ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാൽദീവ് സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടു കേട്ടോ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനി ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മാഫുഷി ഐലൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ. ബീച്ചുമായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് എന്താ പറയുക ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഔട്ടർ ലുക്ക് വരുന്നത്. രണ്ട് പ്രോപ്പർട്ടികൾ ചേർന്നതാണ് ഈ ഒരു ബ്ലോക്ക്. കാനി ഗ്രാൻഡും അതേപോലെ തന്നെ അരീന എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനി ഗ്രാൻഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഒരു ഔട്ടർ ലുക്ക് വരുന്നത്. നമുക്ക് പുറത്ത് ഒരു ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ സ്പേസ്. റിസപ്ഷൻ സ്പേസിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്പേസും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഇൻസൈഡ് റെസ്റ്റോറൻറ്റ് സ്പേസ്. ഈ ഒരു ഇൻസൈഡ് റെസ്റ്റോറൻറ്റ് സ്പേസിനകത്തു കൂടി തന്നെ നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ഏരിയയിലെത്തും. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ് സ്പേസ്. ഇവിടെ എല്ലാ ദിവസവും ഈവനിങ്ങിൽ നമുക്ക് ഓരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് ബീച്ച് വ്യൂ എല്ലാം കണ്ടിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്കിവിടെ 4 കാറ്റഗറി റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡബിൾ സിറ്റി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ സിറ്റി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂമെന്ന്, അതായത് ഈ റൂമിൽ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് 3 കാറ്റഗറി റൂംസ് ഉണ്ട്. ഇതിൽ നമുക്ക് ബീച്ച് വ്യൂ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിംഗ് കാറ്റഗറി. അപ്പം നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ ബിൽഡിങ്ങും കാര്യങ്ങളുമാണ്. സോ നമുക്ക് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത്. ഈ സെയിം കാറ്റഗറിയിൽ തന്നെ ഫാമിലി സിറ്റി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് എക്സ്ട്രാ ഉണ്ടാവും. ഒരു സിംഗിൾ ബെഡ് കൂടി നമുക്ക് ഈ ഒരു റൂമിനകത്ത് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. സോ ഇതിലും സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത്. ബാൽക്കണി കാര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് സീ വ്യൂ ഉണ്ടാവില്ല. പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൽദീവ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടിലെ വാട്ടർ വില്ലാസ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു കാനീൻ്റെ പ്രൈസ് റേഞ്ചിലൊക്കെ കാനിയിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 3 നൈറ്റ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഒരു 90-95 ഒക്കെയാണ് നോർമലി റേറ്റ് വരുന്നത്. അത് ഓഫ് സീസണിൽ എന്താ പറയുക നമുക്കൊരു 78-80 ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 1.25 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വാട്ടർ വില്ലയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഫുഷി ഐലൻഡിലാണ്. ഇതാണ് ഇവിടുത്തെ സീ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂം. ശരിക്കും ഈ ഒരു സീ വ്യൂ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ബീച്ചിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു കാറ്റഗറിയാണ്. ഈ ഒരു സീ വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 1 lakh നിയർ ആണ് നമുക്ക് എപ്പോഴും ഒരു പ്രൈസ് റേഞ്ച് വരിക. ഇത് കണ്ടോ, നമുക്ക് ഡയറക്റ്റായിട്ട് ബീച്ചിൻ്റെ വ്യൂ കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഈ ഒരു മാഫുഷി ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വ്യൂ ഉള്ള പ്രോപ്പർട്ടീസ് വളരെ റെയറാണ് കേട്ടോ. ആകെ നമുക്ക് ഈ നേരത്തെ കണ്ട അരീനയിലും അതേപോലെ തന്നെ ഈ ഒരു കാനിയിലുമാണ് ഇത്രയും ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് എന്താ പറയുക ബീച്ചിൻ്റെ ഒരു വ്യൂ കിട്ടുക. പിന്നെ 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ അത് ഇത്രയും ക്ലോസ്ഡ് അല്ല. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രീമിയം പ്രോപ്പർട്ടികളിലൊന്നാണ്. ഇതാണ് ഇവിടുത്തെ ഫാമിലി സീ വ്യൂ. ഒരു ഫാമിലി ആയിട്ട് വരികയാണ്, സീ വ്യൂ റൂം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സിമിലർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഒരു സിംഗിൾ ബെഡ് കൂടി അഡീഷണൽ ഉണ്ടാവും. ഇത് കണ്ടോ, ബാൽക്കണി സ്പേസ് എന്നാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ബീച്ചിൻ്റെ വ്യൂ കിട്ടും. അപ്പോൾ ഈ 2 കാറ്റഗറിയിലും സീ വ്യൂവിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വ്യൂ കിട്ടും. പിന്നെ ഇവിടുത്തെ പൂളാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. നല്ല കിഡിലൻ പൂൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ഒരു ഇൻഫിനിറ്റി വ്യൂ ഉള്ളൊരു പൂളുണ്ട്. സോ നിങ്ങൾ മാഫുഷി ഐലൻഡിലേക്കുള്ള ഒരു പാക്കേജാണ് നോക്കുന്നതെങ്കിൽ അറൗണ്ട് 60,000 തൊട്ടിട്ടുള്ള പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൽദീവ്സ് പാക്കേജ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടും കൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കണേ. അപ്പോൾ ബുക്കിങ്ങിനായിട്ട് നിങ്ങൾ പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മളെന്തായാലും ജെന്യുവിൻ ആയിട്ടുള്ള പക്ക പാക്കേജസ് മാത്രമേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പേജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5 സ്റ്റാർ റേറ്റിങ്ങിൽ കുറഞ്ഞിട്ട് നമ്മുടെ പേജിൽ ഒരു റേറ്റിംഗ് പോലും ഇല്ല. അപ്പോൾ പല സ്കാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മാൽദീവ്സ് പാക്കേജ് നോക്കുന്നവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വില്ല നോട്ടിക്കാൻ്റെ വീഡിയോ ആണ് കേട്ടോ. വില്ല നോട്ടിക്ക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് പ്രൈവറ്റ് ഐലൻഡിൽ വാട്ടർ വില്ലയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വില്ല നോട്ടിക്ക. സോ വില്ല നോട്ടിക്കയുടെ വീഡിയോ കാണാനായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്